കയ്യിൽ ഒരു ഫോണും മൈക്കും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നിരുന്ന എന്ത് തോന്നിവാസവും വിളമ്പാമെന്ന ധാരണയൊക്കെ ഇപ്പോൾ ഒന്ന് മാറിക്കിട്ടിക്കാണും. യൂട്യൂബിലെ സ്കിപ്പ് ആഡ് എന്ന ഓപ്ഷൻ പോലെ പറഞ്ഞ വാക്കുകൾക്ക് സ്കിപ്പ് കോൺസിക്വൻസസ് എന്നൊരു ഓപ്ഷൻ ഇല്ലെന്ന് ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിവാദ പ്രസംഗം, പിന്നാലെ പ്രതിഷേധം, പോലീസ് കേസ്, അന്വേഷണം, ഒടുവിലിത അറസ്റ്റ്. അതെ, വിവാദ പരാമർശങ്ങളുടെ പേരിൽ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെക്കുറിച്ച് യൂട്യൂബ് വീഡിയോയിൽ നടത്തിയ പരാമർശങ്ങളാണ് കേസിന് ആധാരം. ജന്തർ മന്ദറിൽ അവകാശങ്ങൾക്കായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയ പരാമർശങ്ങൾ ഉണ്ടായത്. പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അതിന് പിന്നാലെ സ്ത്രീകളെ കുറിച്ചും അതീവ അധിക്ഷേപകരമായ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ബലാത്സംഗത്തെ കുറിച്ചുള്ള സ്ത്രീവിരുദ്ധ പരാമർശം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം: അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല. നമുക്ക് ഇഷ്ടമുള്ള ആശയം പറയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത ആശയത്തെ വിമർശിക്കാം, സർക്കാരിനെ വിമർശിക്കാം, പ്രതിപക്ഷത്തെ വിമർശിക്കാം, പ്രതിഷേധിക്കുന്നവരെ പോലും വിമർശിക്കാം. പക്ഷേ ഒരു കൂട്ടം ആളുകളെ കൊല്ലണമെന്ന് പറയുന്നതും സ്ത്രീകളെ ബലാത്സംഗവുമായി ബന്ധപ്പെടുത്തി അപമാനിക്കുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലുള്ളതല്ല. ഞാൻ പറഞ്ഞത് തമാശയ്ക്കായിരുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ പറഞ്ഞ വാക്ക് ഒരാളുടെ മാന്യതയെയും മറ്റൊരാളുടെ സുരക്ഷയെയും ബാധിച്ചാൽ ജസ്റ്റ് കിഡിങ് ബ്രോ എന്ന് പറഞ്ഞാൽ കാര്യം തീരില്ല. ഇനി ഈ കേസിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ച കൂടി ഉയർന്നിട്ടുണ്ട്. ബി.ജെ.പി. കേരളം മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരമാണെന്ന് ആരോപിച്ചു. മതമൗലികവാദികളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അറസ്റ്റ് എന്ന തരത്തിലുള്ള വിമർശനവും ബി.ജെ.പി. ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചോദ്യം കൂടി: ഈ വിഷയത്തിൽ മതം എവിടെയാണ് വന്നത്? സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടൊരു പരാമർശം നടത്തുന്നു, അതിനെതിരെ കേസെടുക്കുന്നു. ഇതിലെവിടെയാണ് മതം വരുന്നത്? ഒരു സ്ത്രീയെ ബലാത്സംഗവുമായി ബന്ധപ്പെടുത്തി അപമാനിച്ചാൽ അത് സ്ത്രീയുടെ വിഷയമാണ്. പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ വിഷയമാണ്. എന്തിനാണ് എല്ലാ കാര്യത്തിലും മതം കലർത്തുന്നത്? ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് ഒരു വ്യക്തിയുടെ അറസ്റ്റ് എന്നതിലുപരി വിദ്വേഷവും വിഷവും വിളമ്പുന്നവർക്കുള്ള താക്കീത് കൂടിയാണ്. വിമർശിക്കാം, പരിഹസിക്കാം, രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷേ ഒരാളുടെ മാന്യത തകർക്കുന്ന തരത്തിലോ ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം വളർത്തുന്ന തരത്തിലോ അക്രമത്തെ ന്യായീകരിക്കുന്ന തരത്തിലോ സംസാരിക്കുന്നത് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം കൂടി കണക്കിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. വിമർശിക്കാം, പക്ഷേ വിദ്വേഷം വേണ്ട. അഭിപ്രായം പറയാം, പക്ഷേ വിഷം കലർത്തരുത്. വാക്കുകൾ ഉത്തരവാദിത്വത്തോടെ തന്നെ ഉപയോഗിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും.